നമസ്കാരം പ്രിയപ്പെട്ടവർ. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് മറുനാടൻ വളരെ വിശദമായി തന്നെ ചർച്ച ചെയ്തൊരു വിഷയമാണ് ജിജി മാരിയോയുടെയും മാരിയോ ജോസഫിൻ്റെയും കുടുംബജീവിതത്തിലെ പ്രശ്നം. എന്തിനാണ് നിങ്ങൾ ഇത്തരം കുടുംബ പ്രശ്നങ്ങളിലേക്ക് പോകുന്നത് എന്ന് പലരും ചോദിച്ചു. ഞാൻ അവരോട് പറഞ്ഞത്, ഇവർ രണ്ടുപേരും മാതൃകാ ദമ്പതികളായിരുന്നതുകൊണ്ട്, അതായത് ഭാര്യയും ഭർത്താവും പ്രശ്നമുണ്ടാവുമ്പോൾ പരിഹാരത്തിന് വേണ്ടി അവരുടെ അടുത്ത് എത്തിയിരുന്നത് കൊണ്ട്, എങ്ങനെ ഭർത്താവ് ഭാര്യയും സ്നേഹിക്കണമെന്നും എങ്ങനെയായിരിക്കണം മാതൃകാ കുടുംബമെന്നും ഇവർ പഠിപ്പിച്ചിരുന്നത് കൊണ്ട് സ്വാഭാവികമായും അവർ തമ്മിൽ അടിപിടി ഉണ്ടാകുമ്പോൾ, ഭാര്യ ഭർത്താവിനെ തല്ലി, ഭർത്താവ് ഭാര്യയെ തല്ലി എന്നൊക്കെ പറഞ്ഞ് കേസുണ്ടാവുമ്പോൾ, കോടതി ഉണ്ടാവുമ്പോൾ, കുറ്റാരോപണം ഉണ്ടാവുമ്പോൾ ജനങ്ങൾക്ക് താല്പര്യമുണ്ട്. അവർ അങ്ങനെ പറഞ്ഞിരുന്നില്ല എങ്കിൽ, അതായത് അവർ കുടുംബജീവിതത്തെക്കുറിച്ച് പറയാതെ പൊതുപ്രവർത്തനം, രാഷ്ട്രീയക്കാരായിരുന്നു അല്ലെങ്കിൽ കലാകാരന്മാരായിരുന്നു, അതിനപ്പുറത്തേക്ക് അവർ ഈ മാതൃകാ ദമ്പതികൾ എന്ന വേഷം കെട്ടിയിരുന്നില്ലെങ്കിൽ ആരും ഇത് ഗൗനിക്കേണ്ടതുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് അത് ഗൗനിച്ചതും അത് വാർത്തയായതും. ഞാൻ ജിജിയോടും മാരിയോടും സംസാരിക്കാൻ ശ്രമിച്ചിരുന്നു. ജിജി പിടിവാശിയിലായിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും കേസുകളായി. മാരിയയ്ക്ക് വീട്ടിൽ കയറരുതെന്ന ഉത്തരവ് കിട്ടുന്നു. അതിങ്ങനെ നീണ്ടു പോകുന്നു. പിന്നീട് നമ്മൾ കണ്ടത്, ജിജി സുവിശേഷ പ്രസംഗവും മോട്ടിവേഷൻ സ്പീക്കും ഒക്കെ നിർത്തി അച്ചാറുണ്ടാക്കി ജീവിക്കാൻ തീരുമാനിക്കുന്നു. ഈ അച്ചാർ തുടങ്ങിയപ്പോൾ തന്നെ അതിനൊരു ചെറിയ ലീഗൽ പ്രശ്നമുണ്ടായി. അങ്ങനെ മാരിയോയുടെ ലൈസൻസിലായിരുന്നു തുടങ്ങിയത്. എന്നാൽ പിന്നീട് ജിജി സ്വന്തമായി ലൈസൻസ് എടുക്കുന്നു, അച്ചാർ കച്ചവടത്തിൽ കേന്ദ്രീകരിക്കുന്നു. ജിജി ഉപദേശം നിർത്തുന്നു, പണിയെടുത്തു ജീവിക്കാൻ തുടങ്ങുന്നു. അതുകൊണ്ട് തന്നെ ജിജിയുടെ വഴി നോക്കട്ടെ എന്നായിരുന്നു നിലപാട്. മാരിയോ ആവട്ടെ സമാധാനത്തോടുകൂടി ധ്യാനവും ചെറിയ തോതിലുള്ള പ്രസംഗങ്ങളുമൊക്കെയായി ജീവിക്കുന്നു. രണ്ടുപേർക്കും രണ്ടു തരത്തിൽ ആരാധകരുണ്ടാവുന്നു, ശത്രുക്കളുണ്ടാവുന്നു. ജിജി ആത്മീയ പ്രഭാഷണം നിർത്തിയതുകൊണ്ട് പതിയെ ജിജിക്കെതിരുള്ള വിമർശനം കുറഞ്ഞു വരികയാണ്. അതേസമയം മാരിയോ ആത്മീയ പ്രഭാഷണങ്ങൾ തുടരുന്നത് കൊണ്ട് തന്നെ മാരിയോയ്ക്ക് വിമർശകർ കൂടി വരികയും ചെയ്തു. മാരിയോ ഒരു എക്സ് മുസ്ലിമാണ്. മുസ്ലിം സമുദായത്തെ ഉപേക്ഷിച്ചാണ് മാരിയോ ക്രിസ്ത്യൻ വിശ്വാസം സ്വീകരിച്ചത്. അതുകൊണ്ട് അന്നും ഇന്നും മാരിയോയുടെ ഏറ്റവും വലിയ ശത്രുക്കൾ മുസ്ലിം സമുദായത്തിൽപ്പെട്ട തീവ്ര ചിന്താഗതിക്കാരാണ്. അവർ മാരിയോയുടെ ഈ അവസ്ഥയിൽ വളരെയധികം ആഹ്ലാദിച്ചു. പരമാവധി ജിജിക്ക് പിന്തുണ കൊടുത്ത് മാരിയോയെ പരമാവധി ബുദ്ധിമുട്ടിക്കാൻ ശ്രമിച്ചു. പലപ്പോഴും മാരിയയ്ക്ക് അതിരുവിട്ട് സംസാരിക്കേണ്ടി പോലും വന്ന് സോഷ്യൽ മീഡിയയിൽ. മാരിയോ എന്ത് പോസ്റ്റ് ഇട്ടാലും എന്തു പറഞ്ഞാലും മാരിയോ ചീത്ത വിളിക്കാൻ തീവ്ര മുസ്ലിം ചിന്താഗതിക്കാരായ ചിലരെത്തി. മാരിയോ അനുഭവിച്ച പ്രതിസന്ധി അതല്ല, ഇസ്ലാം ഉപേക്ഷിച്ച് ക്രൈസ്തവ സമുദായത്തിലേക്ക് എത്തിയതുകൊണ്ട് ക്രൈസ്തവ സമുദായത്തിലെ ചില തീവ്ര ചിന്താഗതിക്കാരും മാരിയെ സംശയത്തോടെ കണ്ടു. മുസ്ലിം സമുദായത്തിൽ തീവ്ര ചിന്താഗതിക്കാരും ക്രൈസ്തവ സമുദായത്തിലെ തീവ്ര ചിന്താഗതിക്കാരും മാരിയോ ഒരു മുൻ മുസ്ലിം ആയതുകൊണ്ട് അദ്ദേഹത്തെ അപമാനിക്കുന്ന സാഹചര്യമുണ്ടായി. പക്ഷേ ഇതൊക്കെ തൻ്റെ ഉത്തരവാദിത്വത്തിൻ്റെ ഭാഗമാണ് എന്ന് കരുതി മാരിയോ സമാധാനത്തോടെ മുമ്പോട്ട് പോകുന്നു. അപ്പോഴും മാരിയോയുടെ മുമ്പിൽ അവശേഷിക്കുന്നൊരു പ്രശ്നം, പലരും ചോദിക്കുന്നു, ഭാര്യയുമായുള്ള പ്രശ്നം തീർക്കാൻ കഴിയാതെ നിങ്ങൾക്ക് എങ്ങനെ സമൂഹത്തിൻ്റെ പ്രശ്നം തീർക്കാൻ കഴിയും? ഇവർ തമ്മിലുള്ള പ്രശ്നം പരിഹരിക്കാൻ പറ്റുന്ന സാഹചര്യം രൂപപ്പെടുന്നില്ല. പലരും മധ്യസ്ഥരായി രംഗത്ത് വരുന്നുണ്ടെങ്കിലും പ്രശ്നം പരിഹരിക്കാൻ കഴിയുന്നില്ല. നിയമപ്രശ്നങ്ങളുണ്ട്. രണ്ടുപേരും രണ്ട് വഴിക്ക് സഞ്ചരിക്കുന്ന സാഹചര്യമുണ്ടായി. പ്രത്യേകിച്ച് ജിജി അച്ചാർ കച്ചവടത്തിൽ വിജയിച്ചതുകൊണ്ട് തന്നെ അതിൽ കൂടുതൽ ശ്രദ്ധിച്ച് കൂടുതൽ സമ്പത്തും കൂടുതൽ വരുമാനവും കിട്ടിപ്പോകുന്നത് കൊണ്ട് മുമ്പോട്ട് പോകുന്നു. ട്രസ്റ്റുമായി ബന്ധപ്പെട്ട നിയമപ്രശ്നങ്ങൾ തുടരുന്നു. ഇവർക്കിടയിലുള്ള ചില വ്യക്തികളെക്കുറിച്ചുള്ള അസ്വാരസ്യം ഇവരുടെ പ്രശ്നം പരിഹരിക്കാൻ കഴിയാത്ത വിധത്തിൽ ഇത് വഷളാകുന്നു. പക്ഷെ ധീരമായൊരു നിലപാട് മാരിയോ എടുക്കുന്നു. ഇക്കഴിഞ്ഞ ഈസ്റ്ററിന് മാരിയോ ധൈര്യമായി മക്കളെയും ഭാര്യയും കാണാൻ ചെല്ലുന്നു. അവരോടൊപ്പം ഒരുമിച്ച് ഈസ്റ്റർ ഉണ്ണുന്നു. അവർ തമ്മിലുള്ള പ്രശ്നം പരിഹരിച്ചു എന്നല്ല അർത്ഥം. എന്നിട്ട് ആ അനുഭവത്തെക്കുറിച്ചൊരു പോസ്റ്റ് ഇടുന്നു. മാരിയോയുടെ പോസ്റ്റ് വലിയ തോതിൽ ക്ഷമിക്കുന്ന സ്നേഹത്തിൻ്റെ പ്രതീകമായി വാഴ്ത്തപ്പെടുകയാണ്. യേശു ക്രിസ്തു പഠിപ്പിച്ചത് ക്ഷമിക്കുന്ന സ്നേഹത്തെക്കുറിച്ചാണ്. ഒരാൾക്കൊരാളെ സ്നേഹിക്കാൻ കഴിയണമെങ്കിൽ തെറ്റുകൾ ക്ഷമിക്കാൻ കഴിയണം. മാരിയോ ഇങ്ങനൊരു പോസ്റ്റ് ഇട്ടു. 5/4/2026 ഉയർപ്പ് തിരുനാൾ ഉച്ചയ്ക്ക് ഭാര്യയും മക്കളുമായി ഒന്നിച്ചിരുന്ന് ആഹാരം കഴിക്കുകയായിരുന്നു. അപ്പോൾ കഴിഞ്ഞ ചില മാസങ്ങളിൽ അവർ കടന്നുപോയ സങ്കടങ്ങളും വേദനകളും പങ്കിട്ടു. അറിഞ്ഞും അറിയാതെയും എല്ലാ വേദനകൾക്കും ഞാനും കാരണക്കാരനല്ലേ എന്ന് തോന്നിപ്പോയ മനസ്സ് ഒന്ന് പിടച്ചു. 2024 ഫിലോക്കാലിയ ഫൗണ്ടേഷൻ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോൾ എൻ്റെ മനസ്സിൽ ഉദിച്ച ആശയമായിരുന്നു ഇതിന് സ്ഥിരമായ ഒരു വരുമാനത്തിന് ഒരു കച്ചവടം തുടങ്ങണമെന്നത്. അതിന് പ്രകാരം ഫിലോക്കാലിയ ഫുഡ് പ്രോഡക്ട്സ് എന്ന ഒരു കമ്പനി തുടങ്ങി. എൻ്റെ പ്രിയ പത്നിയെ അവളുടെ അനുജത്തിമാർ സ്നേഹത്തോടെ വിളിക്കുന്ന ഓമനപ്പേരായ GHE എന്ന ബ്രാൻഡ് എടുക്കുകയും ചെയ്തു. ശേഷം ചില തർക്കങ്ങളാൽ നിന്നുപോയ കമ്പനിക്ക് ഞങ്ങളുടെ 2 മാലാഖമാരായ മക്കളുടെയും ഓമനപ്പേരായ ഞാഞ്ഞു ബാബീസ് എന്ന പേര് ജിജി ഒറ്റയ്ക്ക് അതിനെ മുന്നോട്ട് നയിച്ചു. കഴിഞ്ഞ 3 മാസത്തിൽ മലയാളി മനസ്സിൽ ഈ ബ്രാൻഡ് എത്തിക്കാൻ സാധിച്ചു. പ്രശ്നങ്ങളുടെ നടുവിൽ തളരാതിരിക്കാൻ ജിജി കാണിച്ച മനക്കരുത്തും അതിനെ പൂർണ്ണമായും സഹായിച്ച നല്ല മനുഷ്യരും എന്നെ അത്ഭുതപ്പെടുത്തി. എൻ്റെയും കുടുംബത്തിൻ്റെയും കഷ്ടസമയങ്ങളിൽ ആഘോഷിക്കാൻ ചിലർ തുനിഞ്ഞപ്പോഴും അതേ മനുഷ്യരുടെ കൂട്ടത്തിൽ നിന്നും ഈ കുടുംബത്തെ സ്നേഹിച്ചുകൊണ്ട് അച്ചാർ കച്ചവടത്തെ നെഞ്ചോട് ചേർത്ത് വെച്ച് മാനവരോട് നന്ദിയും കടപ്പാടും.
സഹനങ്ങളിൽ തളരാതെ മുന്നോട്ട് നടത്തിയ ദൈവത്തോടും അതിനായി ദൈവം തിരഞ്ഞെടുത്ത നല്ല ഹൃദയത്തിൻ്റെ ഉടമകളോടും എന്നും കടപ്പാടും പ്രാർത്ഥനയും. ജിജി അച്ചാറുണ്ടാക്കുന്ന ഒരു ചിത്രത്തോടെയാണ് മാരിയോ ഈ പോസ്റ്റ് പങ്കുവച്ചത്. ക്ഷമിക്കുന്ന ദൈവസ്നേഹത്തിൽ ആശ്വാസം കണ്ടെത്തുന്നവർക്ക് ഇതൊരു പ്രതീക്ഷയുടെ വെള്ളി വെളിച്ചം തന്നെയാണ്. ഇവർ തമ്മിലുള്ള പ്രശ്നങ്ങൾ പൂർണ്ണമായി പരിഹരിച്ചു എന്ന് കരുതുന്നില്ല. പ്രത്യേകിച്ച് ഇവർക്കിടയിലുള്ള ചില വ്യക്തികൾ മുമ്പോട്ട് ഒരുമിച്ച് പോകാനുള്ള നിയമപരമായ തടസ്സങ്ങളൊക്കെ ഇവർക്കിടയിലുണ്ട്. എങ്കിലും ക്ഷമിക്കുന്ന സ്നേഹത്തിൻ്റെ വെളിച്ചവുമായി ജിജിയെയും മക്കളെയും കാണാൻ മാരിയോ നടത്തിയ സന്ദർശനം ശ്ലാഘനീയമാണ്. ആ മനസ്സിനെ ആദരിച്ച മതിയാവും. ഇവർ തമ്മിലുള്ള പ്രശ്നങ്ങൾ പരിഹരിച്ച് ഇരുവരും ഒരുമിച്ച് സ്നേഹത്തോടെ സ്വാർത്ഥത കൈവെടിഞ്ഞ് ക്ഷമിക്കുന്ന സ്നേഹത്തിൻ്റെ പ്രവാചകരാവാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.